അല്ല, ഇത് നമ്മൾ ഭേദഗതി വരുന്നത് എപ്പോഴാണ്? ഇത് സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കുമ്പോഴാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഭേദഗതികളെല്ലാം അവിടെ സമർപ്പിക്കുന്നത്. മെമ്പർമാർക്കും സമർപ്പിക്കേണ്ടതാണ്. അതുകൂടി പോലിച്ച് സബ്ജക്ട് കമ്മിറ്റി ശുപാർശ ചെയ്ത പ്രകാരമുള്ള ബില്ലാണ് ചർച്ചയ്ക്ക് വെക്കുക. ആ ചർച്ചാ സമയത്തും അംഗങ്ങൾക്ക് ഭേദഗതികൾ ഉന്നയിക്കാൻ അവകാശമുണ്ട്. ഗവൺമെൻറ്റിന് തന്നെ ഔദ്യോഗിക ഭേദഗതി അവതരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഭേദഗതികൾ അംഗീകരിക്കാനും സമർപ്പിക്കാനും മാറ്റം വരുത്താനും ഒക്കെ പിൻവലിക്കാനും ഒക്കെ നിയമപരമായി തന്നെയുള്ള പരിരക്ഷ ഉള്ള ഒരു സംവിധാനമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ആശങ്കകൾ പരിഹരിക്കും. ആശങ്കകൾ പരിഹരിച്ച് മാത്രമേ ഈ നിയമമെന്നല്ല ഏത് നിയമവും ഈ ഗവൺമെൻറ് നടപ്പിലാക്കുകയുള്ളൂ. സർക്കാരിന് ഇക്കാര്യത്തിൽ പിടിവാശിയില്ല എന്നതാണ്. പിടിവാശിയല്ല, ഇത് വനസംരക്ഷണ നിയമം എന്ന് പറയുന്നത് ഒരു പിടിവാശി പിടിക്കേണ്ട കാര്യമില്ലല്ലോ. ജനങ്ങളെ ആകെ ബാധിക്കുന്നൊരു പ്രശ്നമല്ലേ. അതിൽ നേരത്തെ ഉണ്ടായിരുന്ന നിയമം പരിഷ്കരിക്കുന്നതിന് വേണ്ടി 2019 ശ്രമങ്ങൾ തുടങ്ങിയതാണ്. ആ ശ്രമങ്ങൾ ഇവിടം വരെ എത്തി. അപ്പോൾ എത്ര കാലം എടുത്തു എന്ന് ആലോചിച്ച് നോക്ക്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.